തിരിച്ചിട്ട് അവർ ആഹാരം പോലും കയ്യിൽ നിന്ന് കാശെടുത്ത് മേടിച്ചു കഴിക്കുക, ആരും മേടിച്ചു കൊടുക്കൊന്നുമല്ല. അപ്പൊ അവിടെ തന്നെ ആലോചിച്ച് നോക്കണം, അവിടെ ഈ രഞ്ജിത്തിനെയൊക്കെ ഉപദ്രവിക്കാനും മർദ്ദിക്കാനും ഒക്കെ ചെന്നു നമുക്ക് അറിയാൻ സാധിച്ചത്. നമ്മൾ കേരളീയരെന്ന് അഭിമാനിക്കുമ്പോഴും ഇത്തരം ആളുകൾ നമ്മളെ പറ്റിക്കുന്നു എന്നുള്ളത്. അർജുൻ്റെ വീട്ടുകാരെ എല്ലാവരെയും പുള്ളിക്കാരൻ കബളിപ്പിക്കുമായിരുന്നു എന്ന്. ഈ പറയുന്ന ഇവന്മാർക്ക് ആർക്കെങ്കിലും അവിടെ ഒന്ന് പോയിട്ട് ഇതുപോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്നൊരു പേര് നിങ്ങളെല്ലാവരും കേട്ട് കാണും. ഇപ്പോൾ അർജുൻ്റെ റെസ്ക്യൂ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി അറിയാത്തവർ കേരളത്തിൽ ചുരുക്കമാണ്. കാര്യം രഞ്ജിത്ത് മുന്നേ കേരളത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് പോലും ഇപ്പോഴാണ് ആൾക്കാർക്കൊക്കെ അത് മനസ്സിലായി തുടങ്ങിയത്. ഇപ്പോൾ എല്ലാവരും രഞ്ജിത്തിൻ്റെ മണ്ടലോട്ടാണ് കയറുന്നത്. കാര്യം രഞ്ജിത്ത് പറഞ്ഞതെല്ലാം ഒരു മണ്ടത്തരമാണ് എന്നുള്ള രീതിയാണ് സോഷ്യൽ മീഡിയ മുഴുവനും പറയുന്നത്. പോരാത്തതിന് ഒരുപാട് നെഗറ്റീവ് കമൻസും ഒരുപാട് ചീത്തവിളിയും കാര്യങ്ങളൊക്കെയാണ്. അതും പോരാത്തതിന് എന്താ പറയണ്ടേ, രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു വിലയും ഇല്ലാത്ത രീതിയിലാക്കിയത് ഈ പറയുന്ന ഏഷ്യാനെറ്റ് ന്യൂസിലുണ്ടായിരുന്ന ആ ആങ്കറാണ്. ആ പുള്ളിക്കാരൻ്റെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു ഈ രഞ്ജിത്തിനെ പറ്റിയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ. അത് എന്താ പറയണ്ടേ, ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധി വേണ്ടേ? അങ്ങനെയൊക്കെയുള്ള രീതി, ആ ഒരു വളരെ മോശമായിട്ടുള്ള രീതിയാണ് അയാളുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം, രഞ്ജിത്തിനെ മർദ്ദിക്കാൻ വരെ ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, സ്വന്തം ജീവനും കളഞ്ഞിട്ട് ഒരാളെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്, എന്നിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഇപ്പം നടക്കുന്നത്. അതായത് രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞതിനകത്ത് എന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. കാര്യം അർജുൻ്റെ ഫോണിൽ വിളിച്ചിട്ട് 2 ദിവസം ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, വെള്ളത്തിലാണ് എങ്കിൽ ആ ഫോൺ ഉറപ്പായിട്ട് സ്വിച്ച് ഓഫ് ആയി പോയേനെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന അർജുൻ്റെ വീട്ടുകാർ കൊടുത്ത ഇൻ്റർവ്യൂവിൽ തന്നെ വ്യക്തമാണ്. അതായത് ഭാരത് ബെൻസിൽ കോൺടാക്ട് ചെയ്ത സമയത്ത് 2 പ്രാവശ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എടുത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് രഞ്ജിത്ത് പറഞ്ഞതിനകത്ത് വലിയ തെറ്റായിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിപ്പം മനഃപൂർവ്വം ഇനിയിപ്പോൾ അയാളെ എടുത്ത് ചീത്തവിളിയായി അയാളെ എങ്ങനെയെങ്കിലും എന്താ പറയണ്ട നാറ്റിക്കുക. അതിപ്പോൾ പ്രത്യേകിച്ച് കുറച്ച് നമ്മുടെ മലയാളികൾ കുറച്ച് വിവരം കെട്ട കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരുടെയൊക്കെ ഒരു പ്രത്യേക ഒരു സ്വഭാവമാണത്. കാര്യം അയാൾ വന്നതിൻ്റെ പേരിലാണ് ഈ പറയുന്ന റഡാർ സിസ്റ്റം ആയാലും പല കാര്യങ്ങൾ എന്തെല്ലാം വേണമെന്ന് അയാൾ വന്നതിൻ്റെ പേരിലാണ് ഇതെല്ലാം നടന്നത്, പകുതി കാര്യങ്ങൾ. അങ്ങനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത്രയും ദിവസമായിട്ട് ഏകദേശം 10-12 ദിവസമായി അവർ ഹെലികോപ്റ്റർ കൊണ്ടുവരുന്നു, അത് കൊണ്ടുവരുന്നു, സ്ക്യൂബ ഡൈവേഴ്സിനെ കൊണ്ടുവരുന്നു, എന്നിട്ട് എന്തെങ്കിലും ആയോ? ഒരു തേങ്ങയും ആയില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും ദിവസമായി ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ലായിരുന്നു. ഈ പറയുന്ന നമ്മുടെ 2018 ഫ്ലഡ് നടന്ന സമയത്ത് സ്വന്തം ജീവൻ പോലും നോക്കാതെ വള്ളം എടുത്തുകൊണ്ട് ഇറങ്ങിയ കുറേ ആൾക്കാരുണ്ട്. അതൊക്കെ നിങ്ങൾ മറന്നു പോകാതിരുന്നാൽ കൊള്ളാം. അവരുടെ സ്വന്തം ജീവൻ പോലും നോക്കാതെ അവർ ബോട്ടും കൊണ്ട് പല സ്ഥലത്ത് പോയി പല ആൾക്കാരെയും രക്ഷിച്ചിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരെ ഈ ഒരു സംഭവം ഏൽപ്പിച്ചായിരുന്നെങ്കിൽ അവരെപ്പോഴേ കണ്ടുപിടിച്ചതിനെന്നറിയോ? അതായിരുന്നു ചെയ്യേണ്ടത്. അതായത് കടലിൻ്റെ മക്കളായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ, അവരെ ആയിരുന്നു വിളിക്കേണ്ടത്. ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാതെ നാണം കിടത്താനായിട്ട്, അത് മാത്രമല്ല മീഡിയാസുകാർ ഇത് എടുത്ത് വെച്ചങ്ങ് മുതലെടുക്കുന്നുണ്ട്. അങ്ങനെയായിട്ടാണ് എനിക്ക് തോന്നിയത്. അർജുൻ്റെ കേസ് നല്ല രീതിയിൽ മുതലെടുക്കുകയാണ്. അല്ലാതെ അവർക്ക് ഈ പറയുന്ന സ്നേഹം ഇതൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലാണ് ഈ പറയുന്ന രഞ്ജിത്തിൻ്റെ മണ്ടലോട്ടൊക്കെ കയറുന്നത്. എന്തായാലും നമുക്ക് ആ മഹാന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന ആളിനെ പല മാധ്യമങ്ങളിലും ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെ മുമ്പും കണ്ടിരുന്നു. അത് ഉത്തരാഖണ്ഡിലെ രക്ഷാപ്രവർത്തനത്തിനിടയ്ക്കായിരുന്നു. അന്ന് NDRFനൊക്കെ ഒപ്പം നിൽക്കുന്ന ആളായി കണ്ടു. അതുകൊണ്ട് ഞങ്ങളും ചില ചർച്ചകളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചെയ്തത് ശരിയായ ഒരു കാര്യമായിരുന്നില്ല. ഇത്തരം ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാനുള്ള വൈദഗ്ധ്യമോ അതിനുള്ള പ്രാവീണ്യമോ ഒന്നുമില്ലാതിരുന്ന ഒരാൾ വളരെ ബുദ്ധിപൂർവം മാധ്യമങ്ങളെയും ആ അർജുന്റെ വീട്ടുകാരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുകയും സ്വയം എന്തൊക്കെയോ പുലമ്പുകയുമായിരുന്നു. അത്തരക്കാർക്ക് അവസരങ്ങൾ കൊടുക്കാൻ പാടില്ലായിരുന്നു. വിലപ്പെട്ട സമയമാണ് അവർ ഇല്ലാതാക്കിയത്. അത് മാത്രമല്ല, അർജുൻ്റെ വീട്ടുകാരെ എല്ലാവരെയും പുള്ളിക്കാരൻ കബളിപ്പിക്കുമായിരുന്നു എന്ന്. ഈ പറയുന്ന ഇവന്മാർക്ക് ആർക്കെങ്കിലും അവിടെ ഒന്ന് പോയിട്ട് ഇതുപോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരു ദിവസം പോയിട്ട് വന്ന് ഒരു മഴയത്ത് പോലും ഈ പറയുന്ന ആൾക്കാർക്കൊന്നും അരമണിക്കൂർ നിൽക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. എന്നിട്ടാണ് വന്നിരുന്ന ഈ കുറ്റം പറയുന്നത്. എന്ത് വിവരം ഉണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കി ഇവനൊക്കെ. ഈ പറയുന്ന ഒരു എന്താ പറയണ്ട, ഒരു ന്യൂസ് ചാനൽ റിപ്പോർട്ടേഴ്സ് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, ഈ വാർത്ത വായിക്കുകയാണെന്നും പറഞ്ഞിട്ട് എന്ത് തോന്നിവാസമല്ല അതിനകത്ത് കയറി വന്നിരുന്ന് വിളിച്ച് പറയേണ്ടത്. അത് നിങ്ങളെപ്പോഴും ആലോചിക്കുക. കാര്യം ഒരാളുടെ സ്വന്തം ജീവൻ വരെ കളഞ്ഞിട്ട് ആ ആൾ അത്രയും കഷ്ടപ്പെട്ട് ഓരോ കാര്യങ്ങൾ അയാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല അയാൾ നോക്കുന്നുണ്ട്. എന്നിട്ടും അയാളെ ഇങ്ങനെയൊക്കെ കുറ്റം പറയേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ഇനിയിപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഓക്കെ, അത് വിടുക, എങ്കിൽ പിന്നെ അടുത്ത കാര്യം നോക്കുക. അല്ലാതെ ഇത് വലിയ രീതിയിൽ എടുത്ത് വെച്ച് നിങ്ങളത് വാർത്തയാക്കിയിട്ട് ഒരാളെ വീണ്ടും അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ കേരളീയരെന്ന് അഭിമാനിക്കുമ്പോഴും ഇത്തരം ആളുകൾ
നമ്മളെ പറ്റിക്കുന്നു എന്നുള്ളത് ഈ ഓൺലൈൻ തട്ടിപ്പിലൊക്കെ നാം പെട്ടുപോകുന്നത് പോലെയാണ്. നമുക്ക് എല്ലാ കാര്യവും അറിയാം, പക്ഷേ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് നമ്മളായിരിക്കും. അതുകൊണ്ട് നമുക്കിതൊക്കെ പാഠമാവട്ടെ. ഇതൊക്കെ ഒരു പാഠമാവട്ടെ എന്ന്. ഓൺലൈൻ തട്ടിപ്പുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊരു വേറെ തരം തട്ടിപ്പാണ്. എന്തുവാ തട്ടിപ്പ്? എന്താണ് ശരിക്കും ആ പുള്ളിക്കാരൻ തട്ടിച്ചത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് കാര്യം? സത്യം പറയാറില്ല, ഇവരെല്ലാവരും ഈ ഒരു വാർത്ത വെച്ചിട്ട് മുതലെടുക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്യണത്. നിങ്ങളല്ലെങ്കിൽ എടുത്ത് വെച്ച് നോക്കിക്കോ, ഓരോ ന്യൂസ് ചാനലും എടുത്ത് വെച്ച് നോക്കിക്കോ. വളരെ നല്ല രീതിയിലുള്ള ന്യൂസ് ചാനൽസ് ഉണ്ട്. കാര്യം റിപ്പോർട്ടർ ടി വിയിലൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, അവരെ അടിപൊളിയായിട്ട് ഈ ഒരു ന്യൂസ് കവർ ചെയ്തിട്ടുമുണ്ട്. അവർ ഇങ്ങനെയുള്ള പോക്കൃത്തരമൊന്നും ആരെയും പറ്റിയിട്ടും വിളിച്ച് പറയാനായിട്ട് ഞാൻ കേട്ടില്ല. ഇനി ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ അൽത്താഫ് വ്ലോഗ്സിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അൽത്താഫ് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഈ പറയുന്ന രഞ്ജിത്തിനെയൊക്കെ അടിക്കാനായിട്ടൊക്കെ ചെന്നു എന്ന്. അവരുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ ഇട്ട് ആഹാരം മേടിച്ച് കഴിക്കുവാണ് അവരെല്ലാവരും. അല്ലാതെ ഈ പറയുന്ന രീതിയിൽ വേറെ സഹായമോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നിട്ട് അവർ ആ സ്ഥലത്ത് ചെല്ലുക, ആ പുള്ളിക്കാരനെ അടിക്കാനായിട്ട് ശ്രമിക്കുക എന്നൊക്കെ ഉള്ള ന്യൂസൊക്കെയാണ് പറയണത്. എന്തായാലും അതും കൂടെ ഒന്ന് കണ്ടുപോകാം. തിരിച്ചിട്ട് അവർ ആഹാരം പോലും കയ്യിൽ നിന്ന് കാശെടുത്ത് മേടിച്ചു കഴിക്കുക, ആരും മേടിച്ചു കൊടുക്കൊന്നുമല്ല. അപ്പൊ അവിടെ തന്നെ ആലോചിച്ച് നോക്കണം, അവിടെ ഈ രഞ്ജിത്തിനെയൊക്കെ ഉപദ്രവിക്കാനും മർദ്ദിക്കാനും ഒക്കെ ചെന്നു നമുക്കറിയാൻ സാധിച്ചത്. അവിടെ നമ്മളെല്ലാവരും അപ്പൊ അദ്ദേഹത്തെ പൊക്കിക്കൊണ്ട് നടന്നു. അദ്ദേഹത്തെ എന്താ വിളിച്ചത്? നമ്മൾ മിന്നൽ മുരളി, കേരളത്തിന്റെ മിന്നൽ മുരളിയാണ് ഈ പറയുന്ന രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ അദ്ദേഹത്തെ ഫേസ്ബുക്കിലാണെങ്കിൽ അവിടെ എല്ലാം ട്രോളുക, അവൻ കാരണമാണ് ഇങ്ങനെയൊക്കെ ആയത്, അവനില്ലായിരുന്നെങ്കിൽ ഇതെല്ലാം നേരത്തെ സെറ്റ് ആയത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന ആൾ ഇതൊക്കെ വന്ന് അവിടെ എല്ലാം ഈ റഡാർ വരെ കൊണ്ടുവരാൻ കാരണമായ രഞ്ജിത്ത. റഡാർ ഇന്ന റഡാർ വേണം, അത് വേണം, ഇത് വേണം, അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞു കൊണ്ടുവന്നുകൊണ്ട് ആ മണ്ണെങ്കിലും അവിടെ നിന്ന് മാറ്റി. അവിടെ ഇല്ല എന്നുള്ളത് ഈ പറയുന്ന ആദ്യം ഈ ഫോൺ റിങ് ചെയ്തില്ലായിരുന്നെങ്കിൽ, വണ്ടി സ്റ്റാർട്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് ഈ പറയുന്ന പുഴയിലേക്ക് അന്നേ നമുക്ക് ഈ പറയുന്ന നിഗമനത്തിൽ എത്തായിരുന്നു. ഇതാണ് അതിന്റെ കറക്റ്റ് കാര്യം. ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ പുള്ളി കാരണമാണ് അവിടെ ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവന്നത്. അത് മാത്രമല്ല, ഹൈ പെനട്രേറ്റിംഗ് റഡാർ സിസ്റ്റം ഉണ്ടെങ്കിലേ ഇത് എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താണ്, നമ്മൾ ഈ പറയുന്ന ബോർവെല്ലൊക്കെ കുഴിക്കുന്ന പോലെ തന്നെ അങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മെറ്റലാണ്. മെറ്റൽ ഒരിക്കലും അങ്ങനെ അത്ര പെട്ടെന്ന് പൊട്ടിപ്പോകത്തില്ല. അത് കുഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് കണ്ടുപിടിക്കാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു രഞ്ജിത്ത്. അപ്പം പുള്ളിക്കാരൻ്റെ ഐഡിയ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഇപ്പം മറന്നിട്ടാണ് ഇപ്പം അങ്ങേറെ നെഞ്ചത്തോട്ട് കയറാനായിട്ട് ശ്രമിക്കുന്നത്. എന്തായാലും കൊള്ളാം. എന്തായാലും അർജുനെ ഈ 10-11 ദിവസമായിട്ടും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അർജുൻ്റെ ട്രക്കിലേക്ക് ഏകദേശം 132 മീറ്റർ മാത്രമേ ഇനി വ്യത്യാസമുള്ളെന്ന് പറയുന്നുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് ഇനി കണ്ടുപിടിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.